കാക്കനാട് ഫ്ളാറ്റിലുണ്ടായ ഭക്ഷ്യവിഷബാധയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. 300-ലധികം പേർക്ക് ഭക്ഷ്യവിഷബാധയേറ്റതായി കണക്കുകൾ പറയുന്നു. 5 വയസ്സിൽ താഴെയുള്ള 20 കുട്ടികൾക്കും വിഷബാധയേറ്റു. കുടിവെള്ളത്തിൽ നിന്നാണ് രോഗം പടർന്നതെന്നാണ് സംശയം. ആരോഗ്യവകുപ്പ് ഫ്ളാറ്റിലെ ജലത്തിന്റെ സാമ്പിളുകൾ ശേഖരിച്ചു. വിവരങ്ങളുമായി ഗായത്രി ചേരുന്നുണ്ട്. ഗായത്രി, നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തെല്ലാമാണ്? നിലമ വാർത്തയായി പുറത്തു വന്ന കണക്കുകൾ പ്രകാരം ഏകദേശം 17 പേരാണ് അപകടത്തിൽ ഒരു ഭക്ഷ്യവിഷബാധ ഏറ്റത് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ കൂടുതൽ പരിശോധനകൾക്ക് ശേഷം പുറത്തുവരുന്ന കണക്കനുസരിച്ച് ഏകദേശം 340ഓളം ആളുകൾക്ക് ഈ ഭക്ഷ്യവിഷബാധയേറ്റതായാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇതിൽ കുട്ടികൾ ഒരുപാടുണ്ട്. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ തന്നെ 20ഓളം പേരുണ്ടെന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. ഈ കുടിവെള്ളത്തിൽ നിന്നാണ് ഇത്തരത്തിലൊരു അണുബാധ ഏറ്റതെന്നാണ് നമുക്ക് ലഭിക്കുന്ന കണക്കുകൾ അല്ലെങ്കിൽ വിവരങ്ങൾ പറയുന്നത്. ഈ ഫ്ളാറ്റിൽ എത്തിക്കുന്ന പല രീതിയിലുള്ള വെള്ളം, അതിൽ ഈ കുടിവെള്ളത്തിന് ഉപയോഗിക്കുന്ന സ്രോതസ്സുകളെല്ലാം തന്നെ ഇപ്പോൾ അത് ഉപയോഗമില്ലാത്ത രീതിയിൽ മാറ്റിയിട്ടുണ്ട്. പുറത്തുനിന്ന് ടാങ്കറുകൾ വഴിയുള്ള വെള്ളമാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നതെന്നാണ് ഈ ഫ്ളാറ്റിന്റെ അധികാരികൾ ഇന്ന് നമ്മളോട് സംസാരിച്ചത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു കണക്കുകൾ പുറത്തു വരുന്നു. ഏതാണ്ട് ജൂൺ 1 മുതൽ നിലവിൽ ഇന്ന് വരെയുള്ള കണക്കുകൾ പ്രകാരമാണ് ഈ 340 പേരുടെ കണക്കുകൾ പറയുന്നത്. ഇത് ഈ കഴിഞ്ഞ മാസവും ഇത്തരത്തിൽ പല ഘട്ടങ്ങളിലായി ചികിത്സ തേടിയ ആളുകളുടെ എണ്ണമാണ് ഈ പറയുന്ന 340 എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഛർദിയും വയറിളക്കവുമായൊക്കെ പല ഘട്ടങ്ങളിലായി ചികിത്സ തേടിയവരാണ് ഇതിൽ കൂടുതൽ ആളുകളും. ഇത്തരത്തിൽ തുടർച്ചയായി ഗായത്രി, കാക്കനാട് ഫ്ളാറ്റിലുണ്ടായ ഭക്ഷ്യവിഷബാധയിൽ 300-ലധികം പേർക്ക് ഭക്ഷ്യവിഷബാധ ഏറ്റുവെന്നാണ് പുറത്തുവരുന്ന കണക്കുകൾ. ഗായത്രിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.